മുൻ സർക്കാരുമായിട്ടും വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്, ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞങ്ങളും വളരെ ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഗവൺമെൻറ് നൽകുകയും വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചോദിച്ചിരുന്നു. അതിനുശേഷം 2 മന്ത്രിമാരെ കണ്ടു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള 2 മന്ത്രിമാർ, ശ്രീ കെ മുരളീധരനെയും ശ്രീ CP ജോണിനെയും. ഈ 2 വിഭാഗവും കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് പോകേണ്ടത്. CP ജോൺ, അതും കൂടെ പറയാം, ഒരു ആദ്യഘട്ടം സംസാരിച്ചു. KSRTC ആണല്ലോ കോർപ്പറേഷനുമായിട്ട്, നമ്മുടെ 115 ബസ്സും കൂടെ അവിടെ ഓടുകയാണല്ലോ, സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത ദിവസം വീണ്ടും KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടം നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായിട്ട് അതിൽ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടുന്നതിൻ്റെ വിവിധ വശങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇന്നലെ ഞാനും അനുഭവസ്ഥനാണ്, നിങ്ങളൊക്കെ പല ദിവസവും അനുഭവിച്ചു കാണും. വൈകുന്നേരം ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലെ പല ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും കേരളത്തിൽ തന്നെ മലബാർ മേഖലയിലേക്കും പാലക്കാടൊക്കെ പോകുന്ന ബസ് വരും, മൾട്ടി ആക്സൽ ബസ്സുകളൊക്കെയാണ്. ഈ ബസ്സുകൾ കൊണ്ടുവന്ന് യാത്രക്കാരെ കയറ്റുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു സമയം ബ്ലോക്ക് ആവാറുണ്ട് റോഡ്, പ്രത്യേകിച്ച് തമ്പാനൂർ, അരിസ്റ്റോ അവിടെയൊക്കെ. ഈ ബസ്സുകളെയൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മുൻപ് മനോരമ പത്രം നടത്തിയ ഒരു ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്നൊരു ചർച്ചയിൽ വന്നത്, ഒന്നിൽ ഈഞ്ചക്കലേക്ക് മാറ്റണം. ഈഞ്ചക്കൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ വന്ന് കയറണം. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്ന് ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. അദ്ദേഹം 1-2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ KSRTC ആയിട്ട് വീണ്ടും ചർച്ചകൾ നടത്തും. തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. പിന്നെ ജലസേചന വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി അടുപ്പിച്ച് അദ്ദേഹത്തെ കാണും. 3 മന്ത്രിമാരെ തിങ്കളാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷനുമായിട്ട് സഹകരിക്കേണ്ട വകുപ്പുകളിലെ മന്ത്രിമാരുമായിട്ട് എത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കും. അനധികൃതമായ കടകളിൽ നിന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്വം ആ മുതലാളിക്ക് തന്നെയാണ്. അത് മുതലാളി വാങ്ങിക്കോളൂ. എന്തേ ആ കെട്ടിടങ്ങൾ ഉപയോഗിക്കേണ്ടവരിരിക്കുന്നത് റോഡിലാണ്. അവരുടെ പ്രശ്നമല്ല ഇത് താങ്കൾ ചോദിച്ചത്. അതായത് സന്നിറ്റ, ആ കടകൾ ഉപയോഗിക്കേണ്ട ഈ മത്സ്യ കച്ചവടം നടത്തുന്ന വീട്ടമ്മമാർ, സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെയുള്ള ചെറുകിട കച്ചവടം നടത്തുന്നവരാണ്. അവർക്കാണ് മുകളിലേക്ക് കയറാൻ പറ്റാത്തത്. അവരുടെ ഒരു ഉപകരണങ്ങൾക്ക് തടസ്സപ്പെടുത്തിയിട്ടില്ല. അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ അവരവിടെ നിന്ന് മാറാൻ പറയുള്ളൂ. ഇപ്പോൾ ചെയ്തത് വൻകിട കടകൾ നിർമ്മിച്ച് അവിടെ അനധികൃതമായ നിർമ്മാണം നടത്തിയവർക്കാണ് നടപടിയെടുത്തത്. അവരുടെ തൊഴിലാളികളുടെ കാര്യം അവർ നോക്കും. അതായത് ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അവർക്ക് മുൻ ഭരണസമിതിയും സ്മാർട്ട് സിറ്റിയോ കൂടെ ചേർന്നിട്ട് കടമുറികൾ നിർമ്മിച്ചു കൊടുത്തു. ആ കടമുറികളിലിരുന്ന് അവർക്ക് ബിസിനസ് നടത്താൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നം. കാരണം അങ്ങോട്ട് കസ്റ്റമേഴ്സ് ചെല്ലുന്നില്ല, അവർക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസോടെ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല അവിടെ എയറേഷൻ ഇല്ല. അത് വസ്തുതയാണ്, എയർ സർക്കുലേഷൻ. ഞങ്ങളെല്ലാം ഇന്നലെ പോയി, നിങ്ങൾ പോയാലും നിൽക്കാൻ പറ്റില്ല. ഇന്നലെ പോയ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ അവരോട് പറയണ്ടല്ലോ, പറയേണ്ട ഉദ്യോഗസ്ഥരല്ലേ. അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരാളിന് അദ്ദേഹം ചെയ്ത് അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്കറിയില്ലേ? ഞാനെന്തിനാണ് പറയണത്? അങ്ങനെ ആക്റ്റീവ് പറയുന്നുണ്ടോ? അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതാണ് നിയമലംഘനം. അതുകൊണ്ട് ഞങ്ങളുടെ ആ ഉത്തരവാദിത്തമാണ് ചെയ്തത്. ഇത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ. അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. ലഭ്യമായ ഇന്ന് ഞായറാഴ്ചയും ഇന്നലെ വൈകുന്നേരവുമായി ലഭ്യമായ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്ന കാര്യങ്ങളാണ് ഇന്ന് ഉച്ചവരെ ചെയ്തിട്ടുള്ളത്. ഇത് തുടരും. അവിടെ മാത്രമല്ല, തിരുവനന്തപുരം സിറ്റിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും ബോധ്യപ്പെടുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ, ഇപ്പോൾ മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അവരൊക്കെ ഞായറാഴ്ച വന്നിരിക്കുന്നതിന് ഇത് പരിശോധിച്ച് ബോധ്യപ്പെടാനാണ്. ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനിയും തുടരും.
ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോസസ് അല്ലല്ലോ. സ്വാഭാവികമായിട്ട് വർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ സാഹചര്യം അനുസരിച്ച് വരുമല്ലോ. അവർക്ക് സന്തോഷമാണ്. ഈ അനധികൃത നിർമ്മാണം കൊണ്ടൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കാണ്. അവർക്കങ്ങനെ ഒരു അവസരം ഇതിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കിട്ടിയപ്പോഴേക്കും അവർ വളരെ സന്തോഷത്തോടെയല്ലേ ചെയ്തു. ഞങ്ങളൊരു 4 മണിയാവുമെന്നാണ് വിചാരിച്ചത്. അവർ 2 മണിക്കൂർ കൊണ്ട് എല്ലാം തീർത്തു. അപ്പോൾ എവിടത്തെ കംപ്ലൈൻറ്റ് കിട്ടിയ അങ്ങ് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അല്ല, പുതിയ നിർമ്മാണം നടത്തണമെങ്കിൽ അനുമതി വേണമെന്നുള്ളത് നിയമമാണ്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി വരികയോ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വഴി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കാര്യം പരിശോധിക്കും.